ഗോയിങ് ടു എ ട്രിപ്പ്. അതായത് കുറേ കാലത്തിന് ശേഷം മത്തേറലിൽ പോകണം. ഇപ്പോൾ റീൽസിലും എല്ലാത്തിലും ട്രെൻഡിങ് അല്ലേ. ട്രെൻഡിങ്ങിനോടൊപ്പം എന്നും നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളൂ. നമ്മളൊരു പുതിയ അതിഥി അസീബ് ക്യാമറാഫിയറാണ്. ഇനി എല്ലാവരും ക്യാമറാഫിയറും വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് കാണിച്ചെടുക്കും. അതാണിപ്പോൾ മെയിനായിട്ടുള്ളത്. റാൻഡായിട്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇവരൊക്കെ വിചാരിക്കണ്ടോ ഈ പൊട്ടണി എന്താ അങ്ങനെ കാട്ടി കൂട്ടണമെന്ന് ഈ രാത്രി. പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒരു വിഷയമില്ല. നമ്മളിങ്ങനെ പബ്ലിക്കായിട്ടൊക്കെ വീഡിയോ എടുക്കും. കാരണം നമ്മളിങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അമ്മ വൃത്തിയാണെന്നറിയും. കിട്ടില്ലുണ്ടോ ഒന്നും പറയാനില്ല. ഇത് സംഭവം എങ്ങനെയാണ് ഇങ്ങനെ മാറിയതെന്ന് അറിയില്ല. പക്ഷേ അടിപൊളിയാണ്. ഇപ്പോൾ ട്രെയിൻ വരുമായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മളുള്ള കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഇത് നല്ല വൃത്തിയുണ്ട്. ഫുള്ള് ക്ലീനായി നീറ്റായിട്ടാണ് കിടക്കുന്നത്. സാധാരണ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇതെന്താ അറിയില്ല, നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പോയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടിട്ടുള്ള മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ ഇതല്ലോ. ഇപ്പം കുറച്ച് കാലമായിട്ട് മറ്റേ ഇതിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര വൃത്തിൻ്റെ ഒരു സീൻ വന്നിട്ടുണ്ട്. ഫുള്ള് ക്ലീനായിട്ട് ഒറ്റ വേസ്റ്റും ഇല്ല. കാരണം മറ്റെന്തോ അവാർഡൊക്കെ കിട്ടിയില്ല, അതിൻ്റെ ഭാഗമായിട്ട് തോന്നുന്നുണ്ട്. കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ ട്രെയിൻ വരികയായിരിക്കും. നമുക്ക് പോകാനുള്ള ട്രെയിൻ എന്താ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയാനുള്ളത്, ട്രെയിൻ വരുന്നുണ്ട്. എന്താണ് എൻ്റെ അഭിപ്രായം? ആ പിന്നെ ആണല്ലേ, നമ്മളെ S5 ആണ്. S3 എത്തിയിട്ടുണ്ട്. ഞാൻ +2 പഠിക്കുമ്പോൾ S3യിലേനു, പിന്നെ S5ലേക്ക് ക്ലാസ് മാറ്റി. ഞാൻ സയൻസ് അല്ലല്ലോ, ഇനി കോമേഴ്സ് അല്ലേ. നമ്മളിങ്ങനെ ട്രെയിൻ വന്നിട്ടുണ്ട്, കയറാൻ പോകട്ടോ. ഇനി ഇത് കേരള മുട്ടേക്കുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥ ഇതാ. ഫുള്ള് കാട് പിടിച്ച് ഇതൊക്കെയായി. അങ്ങനെ മൊത്തത്തിൽ വൃത്തിയില്ല. പക്ഷെ കേരളം സെറ്റാട്ടോ, കോഴിക്കോടൊക്കെ സെറ്റായിട്ടുണ്ട്. ചാടി ഇപ്പം എൻ്റെ പോയട്രി ഇൻ മോഷൻ ആട്ടോ. എൻ്റെ സിനിമാറ്റോഗ്രഫി ഒരു രക്ഷയില്ല. ചങ്ങായി വന്നെടുക്കാൻ തൂക്കിയിട്ടിട്ട് വരും. നമ്മൾ ഇഷ്ടമുള്ള എടുത്തോന്ന് പറഞ്ഞിട്ടോ. ഏതെടുത്താലും 10. ഏതാ ഇന്ന് സാധാരണ വരില്ല, കാരണം ട്രെയിനിൽ തിരക്ക് ഭയങ്കര കുറവാണ്. അങ്ങനെ വരാൻ വഴിയില്ല. അതുമാത്രമല്ല നല്ല ക്ലീനാണ്. നമ്മളടുത്ത് ഫീഡ്ബാക്കൊക്കെ ചോദിച്ചു. ഞാൻ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ആയിട്ട് കൊടുത്തു. കാരണം നല്ല ക്ലീൻ ഉണ്ടാകുമ്പോൾ നല്ല റേറ്റിംഗ് കൊടുക്കും. 05 300 × 05 300 × 05 05 4 4 4 1. നമ്മൾ ട്രെയിനിൽ കയറി നല്ല നമ്മള് രത്നഗിരി എത്തിയപ്പോ ഇവിടുന്ന് നല്ല ചോറല്ല എന്തേലും ഫ്രൈഡ് റൈസ് ഓർഡർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസ് ഒന്ന് ഹാഫായോണ്ട് ഇത്ര വലുപ്പമുള്ളൂ. ഹാഫിന് പിന്നെ എനിക്ക് 1 കിലോ കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, ഈ പൈസക്കുള്ള വലുപ്പുണ്ടെന്ന് പറഞ്ഞേ. വി ആർ ഹെഡിങ് ടു മത്തേരൻ. അപ്പോൾ 2 മണിക്കൂറുള്ളൂ. 2 മണിക്കൂർ കൊണ്ട് സ്ഥലത്തെത്തും. പൻവേലിൽ ഇറങ്ങിയിട്ട് നേരാലിറ്റി ട്രെയിൻ കയറണം. അവിടുന്ന് ഷെയർ ടാക്സി. പക്ഷേ നമ്മൾ 10 മണിയാകുമ്പോൾ 10 മണി രാത്രി ആകുമ്പോഴത്തേക്കും ട്രെയിൻ ഉണ്ടാവില്ല. അങ്ങനെ നമ്മളിപ്പം പൻവേലിലാണുള്ളത്. പൻവേലിൽ ഇന്നിപ്പോൾ റൂം എടുത്ത് ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നാളെ രാവിലെ 5:35 പോയിട്ട് നേരെ താനയിലേക്ക് ഒരു ട്രെയിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കയറിയിട്ട് പിന്നെ താനയിലെത്തും. താനേന്ന് നമുക്ക് ടൈം ടു ഈറ്റ് സംതിങ്. വി ആർ ഗോയിങ് ടു ഭക്ഷണം കഴിക്കാൻ പോണ്. ഫ്രൈഡ് റൈസ്, നൂഡിൽസ് എല്ലാം ഉണ്ട്. ഞങ്ങൾ പൻവേലിലെത്തിയിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇവിടെ ആണെന്നുണ്ടെങ്കിൽ റൂമില്ല കേട്ടോ. പൻവേലിൽ സ്റ്റേ ചെയ്യാൻ വിചാരിച്ചിട്ട് ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഈ ഭാഗത്ത് ഒരു റൂമും നമുക്ക് കിട്ടൂല. കുറേ തപ്പി ലാസ്റ്റ് നമുക്ക് റൂം കിട്ടാണ്ട്. പക്ഷേ ഒരു ഗുണമുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് CST എന്ന് പറഞ്ഞുള്ള സ്ഥലത്തോട്ട് നമുക്ക് എപ്പോഴും ട്രെയിൻ അവൈലബിൾ ആയിരിക്കും. ഇപ്പം നമുക്ക് ട്രെയിൻ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. നമ്മളങ്ങനെ CST എന്ന് പറഞ്ഞുള്ള സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അത് ഞങ്ങൾ വിചാരിച്ചിരുന്നത് എന്താ പറയുക, ഈ ഒരു പൻവേൽ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേര് കേൾക്കുമ്പോൾ പൻവേൽ അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഒരു റൂം ബേസ് അല്ല, ഇവിടെ ഒരു റൂം കിട്ടൂല, ഒന്നുമില്ല. ഇവിടെ റൂം എടുക്കുക വെച്ചിട്ട് ആരും വന്നിട്ട് ഇവിടെ ട്രെയിൻ ഇറങ്ങാൻ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പൻവേലിൽ ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഓടി വന്നിട്ട് ഒന്നെങ്കിൽ CST അല്ലെങ്കിൽ താനെ, ഈ രണ്ടിലേതെങ്കിലും സ്ഥലത്ത് പോവാം. അവിടുന്ന് നേരാണിക്കുള്ള ട്രെയിൻ ഉണ്ട്, അവിടെ ആണെങ്കിൽ റൂമും ഉണ്ട്. അപ്പോൾ അവിടുത്തെ പോയിന്റ് ഓക്കെ ബൈ. നമ്മളുള്ളത് ഛത്രപതി ശിവാജി CM70 പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൻ്റെയൊക്കെ സ്ഥലം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമാട്ടോ. ഭയങ്കര എന്താ പറയുക, ഒരു ക്ലോക്ക് ഉണ്ട്. നമ്മളെ കൂടെ നിന്നുള്ളത് ഹസീബ് പറഞ്ഞ ചങ്ങായാണ്. ചെറിയൊരു ചിപ്പ് പോയിക്കണേ. അപ്പോൾ അതൊന്നല്ല നമ്മളെ വിഷയം. നമ്മളൊരു റൂം തരുന്നു പോവാണ്. നമ്മളുള്ളത് ഇറങ്ങുകയാണെങ്കിൽ ബോംബെ തെരുവുകളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. കുറേ ഫിലിംസും ഇപ്പോൾ ഇവിടുത്തെ ആ ടാക്സി നോക്കിയാൽ ജസ്റ്റ് ടാക്സി ഒന്ന് കാണിച്ചു. ആ ടാക്സിയിലൊക്കെ എന്താ പറയുക, നമ്മളെ പഴയ ആ കളർ തീം നോക്കി പ്രോപ്പർ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത ഒരു ടൈപ്പ് അങ്ങനെ. അപ്പോൾ ഓക്കെ.